എന്നുവെച്ചേ ഇത് കണ്ടോ, ചാമ്പങ്ങ, നമ്മുടെ തായ്ലൻഡ് റെഡ് ആപ്പിൾ ചാമ്പയിലെ ചാമ്പങ്ങ ഇപ്പം ഞാൻ പറിച്ചതാണ്. അത് നമ്മൾ 3-4 പ്രാവശ്യം കഴിച്ചായിരുന്നു അല്ലേ, 3-4 പ്രാവശ്യം കഴിച്ചു. പക്ഷേ ഇത് കഴിക്കുന്ന ഒന്ന് പിള്ളേർക്ക് കൊടുക്കാനും ഇതെങ്ങനെയാണെന്ന് മറ്റുള്ളവരെ ഒന്ന് മനസ്സിലാക്കി കിട്ടാനുമായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല മധുരമല്ലേ അത്. നമ്മളിപ്പം 2-3-4 പ്രാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. ഒരു കരിമ്പിൻ്റെ രുചി പോലെയായി അല്ലേ, ആപ്പിൾ കഴിക്കുന്നതിനേക്കാൾ രുചിയായില്ലേ, നല്ല രുചിയല്ലേ. തായ്ലൻഡ് റെഡ് ആപ്പിൾ, ഇത് ഞാൻ മണർകാട് പള്ളിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 150 രൂപയായിരുന്നു. പിന്നെ ഞാൻ ചീരക്കുഴി, പാലക്കാടോ തൃശ്ശൂരോ അവിടെ അങ്ങനെ ചീരക്കുഴിയിൽ നിന്ന് ഞാൻ വരുത്തി, അതിന് 350 രൂപയായിരുന്നു. അത് അടുത്ത വർഷത്തേക്കിന് കായ്ക്കുമെന്ന് തോന്നുന്നു. നിറച്ച് പൂത്തിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂത്തിട്ടുണ്ട്. ഇപ്പം 3-4 പ്രാവശ്യം പറിച്ചു. ശരിക്കും നമുക്ക് ഒരു 3 എണ്ണം, കുരുവൊന്നുമില്ല, ഒരു 3 എണ്ണം കഴിക്കുകയാണെങ്കിൽ ഒരാളിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആകും രാവിലെ അല്ലേ. നല്ല വലിപ്പമുണ്ട്. ഇച്ചിരിയോടെ പഴുക്കണമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെയൊക്കെ നമ്മൾ പഴുക്കാതെ ഇച്ചിരി അന്നേരവും മധുരം ഉണ്ടായിരുന്നു അല്ലേ, നല്ലതല്ലേ. ഇത് കണ്ടോ, പിന്നെ ഞാൻ ഒന്നുകൂടെ പറിച്ചു. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയും, മുള്ളാത്തയ്ക്ക. ഇപ്പം ഈ പ്രാവശ്യം അത് ഞാൻ ഉപ്പ് തൂളി ചെയ്താൽ 3-4 വട്ടം നമ്മൾ മുള്ളാത്തയ്ക്ക കഴിച്ചു. ഇപ്പം ഇത് കണ്ടോ, മുള്ളാത്തയ്ക്ക അതും ഈ വർഷം ഇഷ്ടം പോലെ കായ്ച്ചു. ഇതിന് ഇച്ചിരി സ്ട്രെസ്സ് കൊടുത്താൽ കായ്ക്കുന്നതാണെന്ന് മനസ്സിലായി. കാരണം അതിൻ്റെ അടുത്ത ഒരു ശകലം തീയിട്ട് കത്തിച്ചപ്പം നല്ലപോലെ ചൂട് തട്ടിയായിരുന്നു. കണ്ട, മുള്ളാത്തയ്ക്ക മാറ്റിക്ക്, ചാമ്പയ്ക്കയിൽ തന്നെ മറ്റേ പനിനീർ ചാമ്പയും വെച്ചിട്ടുണ്ട്. നല്ല ചാമ്പങ്ങയല്ലേ. ഓക്കെ, ദൈവത്തിന് നന്ദി.